ബംഗാളിലെ തൃണമൂൽ വിമതരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കേണ്ട എന്ന ബി.ജെ.പി. ദേശീയ നേതൃത്വം 20 എം.എൽ.എമാർ ബി.ജെ.പിയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിനിടെ തൃണമൂൽ പ്രവർത്തകരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് വിമതപക്ഷം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ വിമതരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കേണ്ട എന്നാണല്ലോ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. എന്താണ് വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. നേരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിമത എം.എൽ.എമാരിൽ 20 പേർ തങ്ങളോടൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നും ദേശീയ നേതൃത്വം അംഗീകാരം നൽകിയാൽ ബി.ജെ.പിക്കൊപ്പം ആ വിമത തൃണമൂൽ എം.എൽ.എമാർ പോരും എന്നുമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിലെ വിമത എം.എൽ.എമാരെ പാർട്ടിയിലേക്ക് എടുക്കേണ്ടതില്ല, പകരം അവർ ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ സ്വീകരിക്കുന്ന അജണ്ട. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ കത്തിപ്പടരുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോകട്ടെ എന്നാണ് ബി.ജെ.പി വാച്ചൻ നിരീക്ഷിക്കുക എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ വിമത എം.എൽ.എമാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും എം.എൽ.എമാരും എം.പിമാരും ഉൾപ്പെടെ തങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിലും ഈ തരത്തിൽ പ്രവർത്തകർ വിമതരുമായി അകന്നേക്കാം എന്നൊരു ആശങ്കയുണ്ട്.